എൻ്റെ കഥയെല്ലാം കേട്ടിട്ട് ഞാൻ നോക്കും നീ ഉമ്മ എന്താ പറയുന്നു ഡിസൈറിനെ കുറിച്ചിട്ട്. അങ്ങനെ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ കാക്കൊല്ല പരീക്ഷ വന്ന് ക്വാർട്ടറൽ എക്സാം. ഓക്കെ, അതിൽ കെമിസ്ട്രിയിൽ എനിക്ക് 40ൽ 32 മാർക്ക്, ഫിസിക്സിൽ 28 മാർക്ക്, മാത്സിൽ മോശമില്ലാത്ത മാർക്ക്, സോഷ്യലിന് 80ൽ 56. അതായത് ഒരു ആവറേജ് ലെവലിലേക്ക് ഞാൻ വരുത്തായി. എന്നിട്ട് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് കൃഷ്ണമാഷ് അഭിരാമി. ഇപ്പം അഭിരാമിനെ കുറിച്ച് ആലോചിക്കുമ്പം സങ്കടമുണ്ട്. ആളിപ്പം ജീവിച്ചിരിപ്പില്ല. ഫെയ്ത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അഭിരാമി എന്നോട് വന്നിട്ട് പറയുന്നു, കൃഷ്ണമാഷി നിന്നെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചിനി, പിന്നെ ഈ കോപ്പി അടിച്ചിട്ടാണോ പിന്നെ എക്സാം എഴുതിനി? അന്നേരം ഞാൻ പറഞ്ഞു അല്ല, പിന്നെ ഒളിപ്പം പഠിക്കാൻ തുടങ്ങി, ട്യൂഷനെല്ലാം ചേർന്നിട്ടേന്. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. സബ്സ്ക്രൈബേഴ്സെ പഠിക്കാൻ തുടങ്ങി. എനിക്ക് 10ാം ക്ലാസ്സിൽ എനിക്ക് 6A+ഉം പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു 6A+ വേണമെന്നാണ്. അതായത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലല്ലോ ഇല്ല, ഇംഗ്ലീഷിനൊക്കെ വേണ്ട. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, IT. ഈ 6 സബ്ജക്റ്റും ബേസ് ചെയ്തിട്ട് ഇപ്പോഴും എൻ്റെ പിന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. എനിക്ക് ഇത്ര മാർക്ക് ഇന്ന സബ്ജക്റ്റിൽ വേണം. ഭയങ്കര ഗോൾ, ഭയങ്കര അറ്റൻഷൻ, ട്യൂഷന് പോക്ക്, പഠിക്കൽ, ഒരു വല്ലാത്ത ഞാനില്ല. എനിക്ക് പഠിക്കേണ്ട ചിന്തല്ല വേറൊന്നും ഉണ്ടല്ലോ. ഉമ്മ നെട്ടി, മാഷന്മാരും നെട്ടി, എല്ലാവരും നെട്ടി. എൻ്റെ ഫാമിലിയിൽ തന്നെ ഞാൻ ഏറ്റവും ബാക്ക്വേർഡ് സ്റ്റുഡൻറ്റ്. എല്ലാവരും നെട്ടി. SSLC പാസ്സായി. പക്ഷെ എന്താ 6A+ ആഗ്രഹിച്ചുകൊണ്ട് 4A+ കിട്ടി. ചിലപ്പോൾ ഞാൻ 8A+ ആഗ്രഹിച്ചെങ്കിൽ ചിലപ്പോൾ 6 ഇട്ടിട്ടേനല്ലേ. അതായത് മലയാളം സെക്കൻഡിലും ഫിസിക്സിലും എനിക്ക് എന്താണ് A+ പോയി. പിന്നെ ഞാൻ വാല്യുവേഷനൊന്നും കൊടുക്കാൻ പോയിട്ട. പക്ഷെ നിങ്ങൾ ആദ്യമൊക്കെ 8ാം ക്ലാസ്സിൽ നിന്ന് ഫെയിലായി ഞാനല്ലേ ഇത്ര മാർക്ക് വാങ്ങിനി. അങ്ങനെയാണ് ചേട്ടേ. സ്വാഭാവികമായിട്ട് എനിക്ക് സയൻസ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിനി. സയൻസിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് ട്രയൽ അലോട്ട്മെൻറ്റ് ഞങ്ങൾക്ക് കോമേഴ്സിന് എൻ്റെ സ്കൂളിൽ തന്നെ കിട്ടി. അവിടെ ജോയിനായി. ആ ജോയിനായ സമയത്ത് ഒരാഴ്ച ഞാൻ കോമേഴ്സിലിരുന്ന്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ബിസിനസ് പഠിപ്പിച്ച ടീച്ചർ. അപ്പം ആ ടീച്ചർ എന്നെന്തൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കൊമേഴ്സ് ഭയങ്കരമാണ്. അങ്ങനെ കോമേഴ്സ് നല്ല സബ്ജക്റ്റാണ്, നല്ലതല്ല. പക്ഷെ ഞാൻ എന്താണ് അതുവരെ കോമേഴ്സിനെ കുറിച്ച് അറിയാത്ത ഞാൻ കോമേഴ്സിൽ ഇരുന്ന് കോമേഴ്സ് ഒരു മാസം ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, പുതിയൊരു ടോപ്പിക്കല്ല സത്യം പറഞ്ഞാലും. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി പിടിച്ച് സ്വാഭാവികമായിട്ട് എന്തായി, മൈൻഡ് മാറുന്ന ടൈമല്ലേ. കൊമേഴ്സിൽ ഇരുന്ന് സയൻസ് കിട്ടിയിട്ടും സയൻസ് കിട്ടി ഒരാഴ്ച കൊണ്ട് എനിക്ക് സയൻസ് കിട്ടി. സയൻസിലേക്ക് ഞാൻ പോയിട്ട് എന്താ അറിയാം ഒന്നാമത്തെ കാരണം ഓള് സുഹൈമ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഓളെന്താക്കി സയൻസ് ഓക്ക് അന്നേരം 6A+, 6-7 ഒക്കെ ഉണ്ടായിന്. അവൾ കളിക്കും മാത്രം പഠിക്കുന്ന ഒരു ടൈപ്പാണ്. ഓൾ പഠിക്കുന്ന ആരും കാണുകയും ചെയ്യില്ല. അപാര ബുദ്ധിയാണ്, പറഞ്ഞ കാര്യമില്ല. ഓള് സയൻസിൽ ഒരാഴ്ച ഇരുന്നിട്ട് അപ്പാടെ തുള്ളിട്ട് ഇപ്പുറം വന്നിട്ട് പറഞ്ഞു, ശബാ നീ പോയേക്കല്ല അനക്ക് കഴിയുന്നില്ല സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചിന്തിച്ചു യോക്ക് കഴിയുന്നില്ലേ, പിന്നെ ഞാൻ സയൻസ് എടുക്കല്. ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഓളും കൂടി സയൻസിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ സ്വയമോ ഉണ്ടല്ലേ, ഒരാൾ മാത്രം കോമേഴ്സിലിരുന്നിന്. എനിക്ക് മാത്സും ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമാണ്. ബേസിക്കലി അതാണ് മെയിൻ കാരണം സയൻസിലേക്ക് പോകാൻ. ബാക്കി ഞാൻ ഡിഗ്രീനെ കുറിച്ചിട്ടൊന്നും ഞാൻ അന്നേരം ആലോചിക്കുന്നില്ല. അപ്പോൾ എന്താക്കി ഇവള് വന്നിട്ട് നെഗറ്റീവ് അടുപ്പിച്ച് പിന്നെ ബിസിനസ്സിനെ കുറിച്ചും കുറച്ച് മനസ്സിലായിരുന്നു. സെറ്റായി കോമേഴ്സിലിരുന്ന് സ്വാഭാവികമായിട്ടും മലയാളം മീഡിയം പഠിച്ച ഞാൻ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ തലയിൽ ഇങ്ങനെ കിളി പോവാന്ന് മനസ്സിലായി. കിളി പറന്ന് പോകാൻ തുടങ്ങി. കിളി പോയി, ഒന്നും തിരിയുന്നില്ല. ലാസ്റ്റ് ഞാൻ എൻ്റെ ഉമ്മാരെ അനിയത്തിയായിട്ട് വരും, നജീബ എന്ന് പറഞ്ഞിട്ട്. നജീബ് ഇളയമ്മ എന്ന് ശരിക്കും നജീബ് തന്നെ വിളിക്കല്. ആള് പീസ് ഇൻ്റർനാഷണലിൻ്റെ ആ ടൈമിൽ എന്ത് പൊസിഷനാണ് എനിക്ക് ഓർമ്മയില്ല.
അപ്പോൾ അതായത് ഇപ്പോഴത്തെ ABS ഗ്ലോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഉണ്ടായിരുന്നത് ഹയർ അതോറിറ്റി. ഇപ്പോൾ ആൾ പൊസിഷനിൽ ഇല്ലെങ്കിൽ ഹയർ അതോറിറ്റി ആയിട്ട് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ആളടുത്ത് ഞാനൊരു 3-4 ദിവസം ബിസിനസ് എന്തെന്ന് അറിയാത്ത ഞാൻ പോയി. നജീബ് എന്താക്കി ബിസിനസ്സിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കണം, എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ക്ലിക്കായി. അപ്പോൾ ഒരു ഹൂക്ക് കിട്ടി, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്. രണ്ടാമത്തെ ഹൂക്ക് എന്തായി, ടീച്ചർ പറയുന്ന സമയത്ത് ലെക്ചർ നോട്ട് എഴുതുക. അപ്പം ഗായ്സ്, ഞാൻ പറയുന്നത് നിങ്ങളെ കുട്ടികളോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ ക്ലാസ് ഇപ്പം അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ലെക്ചർ നോട്ട് എഴുതുക. അപ്പോൾ എന്താ പറയുക, നമുക്കില്ലേ ഈ അഥവാ ഇങ്ങനെ ഒരു സ്റ്റോറി കേൾക്കുന്നൊക്കെ ഇപ്പം ഹിസ്റ്ററി, പോളിറ്റിക്സ് ഇതെല്ലാം സ്വാഭാവികമായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്താവും, ഉറക്കം വരും. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള വേറെ വീഡിയോയിൽ ഇതൊക്കെ നമുക്ക് ഷോർട്ട്. അങ്ങനെ +1 റിസൾട്ട് വരുന്നു, 4A+ കിട്ടുന്നു. ഞാൻ എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച കുട്ടികൾക്ക് ഭയങ്കര എനിക്ക് 4A+ ഉണ്ടോ, ഞാൻ പറഞ്ഞ ഭയങ്കരം തന്നെ. അവർക്കൊന്നും അത്ഭുതം തന്നെ. 10ാം ക്ലാസ്സിലൊക്കെ 4A+ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 6 വിഷയത്തിൽ 4A+ കിട്ടി. ഞാൻ ആരായി, കുറച്ച് അഹങ്കാരം വന്നു. അഹങ്കാരമായിട്ടൊന്നല്ല. അപ്പം +1 നമ്മൾ ഭയങ്കര തോക്കോ സത്യം പറഞ്ഞാൽ 4A+ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സംഭവം പറഞ്ഞാൽ അക്കൗണ്ടൻസിക്ക് ഞാൻ തോക്കാൻ സാധ്യത കൂടുതലാണെന്ന് അക്കൗണ്ടൻസി കൂടുതൽ പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രയൽ ബാലൻസ് ഇരുന്ന് പഠിച്ച്. അത് മാത്രമല്ല +1 എക്സാമിന് എനിക്കത് ടാലി ആവുകയും ചെയ്തു. എനിക്ക് സ്വയമാക്കും 2-3 പിള്ളേർക്ക് ടാലി ആയി. ഇത് നമുക്ക് ഓർമ്മയുണ്ടത് എന്ന് വെച്ചാൽ എൻ്റെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ട. ഞാൻ പിന്നെ മറന്ന കാര്യങ്ങൾ ട്രോമാസാണ്. പക്ഷെ ഞാൻ ഇപ്പം ചിന്തിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയിടും. ആ അക്കൗണ്ടൻസിൻ്റെ എക്സാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഹോളുണ്ട് നമ്മൾ സ്കൂളിൽ, ഓരോരോ ഞാനും സുഹൈമും വന്നിട്ട് ട്രയൽ ബാലൻസ് എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇതെന്ന് എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറയും ഇന്ന് പൊളിന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ഉണ്ടായിന്. അപ്പം അതായത് ഓരോ ഡേ ബൈ ഡേ ആയിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ കൂടിയെന്ന് എൻ്റെ കരിയർ അതിലേക്ക് ഞാൻ വരുന്നത്, കരിയറിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ +1 എക്സാം കഴിഞ്ഞ് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി സുഹൈമാക്ക് കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റിയിട്ട അവളെ മാരേജായിട്ട് ബന്ധപ്പെട്ട് അവൾ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ മാഷാ അല്ലാഹ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. സുഹൈമ ഇന്നിപ്പോൾ +2 എക്സാം നമ്മളെ NISൻ്റെ തോന്നുന്നു അത് എഴുതി അവളെ റിസൾട്ട് വന്നു. അവൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചെയ്യുമായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്തായാലും അവളെ ഒരു ഡ്രീം ഇത്രയും കൊല്ലത്തെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ അവൾ സൂക്ഷിച്ചു വെച്ച ആ സംഭവം ഇപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഞാനതന്നെ ചിന്തിക്കുന്നത്, എൻ്റെ ആഗ്രഹങ്ങൾ ഇപ്പം എന്തായാലും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് എത്തും, ഉറപ്പാണ്. അങ്ങനെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗായ്സ്. അടുത്ത ഭാഗം കാണണം. ഡോണ്ട് മിസ് ഇറ്റ്. ബൈ ബൈ.